ഇതാണ് സ്മോക്ക് 2K സിസ്റ്റം. നമ്മൾ നേരത്തെ ഫിലിമിൻ്റെ DI സെഷൻ നമ്മൾ ഒരുപാട് എപ്പിസോഡുകളിൽ പറഞ്ഞിരുന്നു. DI എങ്ങനെയാണ്, കളർ കറക്ഷൻ എങ്ങനെയാണ്, ഗ്രേഡിങ് എങ്ങനെയാണ് സിനിമയിൽ ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. നിങ്ങൾ സാധാരണ ടി വിയിൽ കാണുന്ന സിനിമയുടെ ചലച്ചിത്ര ഗാന രംഗങ്ങൾ പലതും ടി വിയിൽ വരുന്ന അത്രയും ഭംഗി തിയേറ്ററിൽ വന്നപ്പോൾ കണ്ടില്ല, ടി വിയിലുള്ള അത്രയും കളറ് തിയേറ്ററിൽ കണ്ടിട്ടില്ല എന്നൊക്കെ പറയാറുണ്ട്. അതിൻ്റെ ഒരു കാരണം നമ്മൾ സിനിമയിൽ DI ചെയ്ത അല്ലെങ്കിൽ സിനിമയിൽ ഗ്രേഡ് ചെയ്ത പാട്ടുകൾ ടി വിയിൽ കൊടുക്കുന്നതിന് മുമ്പ് ഈ സൂത്രത്തിലൂടെ ഗ്രേഡ് ചെയ്യും. ഇത് സ്മോക്ക് എന്ന് പറയുന്ന സിസ്റ്റമാണ്. ഇതിൽ കളർ കറക്ഷൻസ് ചെയ്യാം, കളർ ആഡ് ചെയ്യാം, അങ്ങനെ ഒരുപാട് കൂടുതൽ കളർ എൻഹാൻസ് ചെയ്യാം. ഇവിടെ ചെയ്യുന്നത് പ്രധാനമായിട്ടും TV കമേഴ്ഷ്യൽസ്, ടി വിയിലേക്ക് വേണ്ട കാര്യങ്ങളുടെ ഗ്രേഡിംഗ് ആണ് ഈ സ്മോക്ക് എന്ന് പറയുന്ന സിസ്റ്റത്തിൽ ചെയ്യുന്നത്. സ്മോക്കിൽ നിങ്ങൾക്ക് ഈ റോപ്പ് റിമൂവിങ്, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഈ കോമ്പോസിറ്റിങ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുള്ള കാര്യങ്ങൾ ഇവിടെ സ്മോക്കിൽ ചെയ്യാൻ പറ്റും. സ്മോക്കിൻ്റെ ഇത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ്. ഇത് കേരളത്തിൽ വേറെ എവിടെയുമില്ല. നമ്മൾ സാധാരണ സ്മോക്ക് ചെയ്യാൻ സ്മോക്കിൽ ഇപ്പോൾ സോങ്ങൊക്കെ സ്മോക്ക് ചെയ്യാൻ, ഇപ്പോൾ എൻ്റെ സിനിമകളുടെ ടി വിയിലേക്ക് കൊടുക്കുന്ന സോങ്ങുകൾ ഞാൻ സ്മോക്കിൽ കറക്റ്റ് ചെയ്തിട്ടാണ്, കളർ കറക്റ്റ് ചെയ്തിട്ടാണ് കൊടുക്കാറുള്ളത്. അത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഒന്നുകിൽ ബോംബെ അല്ലെങ്കിൽ ചെന്നൈയിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ ഇപ്പോൾ കേരളത്തിൽ എറണാകുളത്ത് ആ സിസ്റ്റം വന്നിട്ടുണ്ട്. 1 കോടി രൂപയോളം വില വരുന്ന എക്യുപ്മെൻ്റാണ്. എക്യുപ്മെൻറ്റിൽ പക്ഷേ വലിയ കാര്യമില്ല. അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഇദ്ദേഹത്തെ പോലുള്ള ആളുടെ മനസ്സിലും ബുദ്ധിയിലുമാണ് ഇത് വർക്ക് ചെയ്യേണ്ടത്. കാരണം നല്ല കളർ സെൻസുള്ള, നല്ല വിഷ്വൽ സെൻസുള്ള ഒരു ടെക്നീഷ്യൻ ഉണ്ടെങ്കിൽ മാത്രമേ ഏത് എക്യുപ്മെൻറ്റും, നമ്മൾ എക്യുപ്മെൻറ്റ് നന്നായിട്ട് കാര്യമില്ല, അത് ഉപയോഗിക്കാൻ അറിയുന്ന ആളുകൾ ഭാവനാശാലികളാവണം. അതാണ് എൻ്റെ അവസാനത്തെ ക്രൈറ്റീരിയ. അപ്പോൾ ഭാവനാശാലിയായ അദ്ദേഹത്തെ പോലെയുള്ള ടെക്നീഷ്യൻ ഉണ്ട് ഇവിടെ. സ്മോക്ക് എന്ന് പറയുന്ന ഈ ഫെസിലിറ്റി ഉണ്ട് ഇവിടെ. കേരളത്തിൽ ഇറങ്ങുന്ന ഒരു 80-85% ആഡ് ഫിലിംസും ഗ്രേഡ് ചെയ്യുന്നത് ഇവിടെയാണ്. മെഗാ മീഡിയ ഫിലിംസിൻ്റെ DI സ്റ്റുഡിയോ ആണ്. ഇദ്ദേഹം രമേശ് ഇവിടുത്തെ DI കളറിസ്റ്റാണ്. DI എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഷൂട്ട് ചെയ്തതിന് ശേഷം ഫൈനൽ എഡിറ്റിങ്ങിന് ശേഷം DIയിലാണ് കളറ് ഫിക്സ് ചെയ്യുന്നത്. ഏത് കളർ എൻഹാൻസ് ചെയ്യണം, ഏത് ടോൺ ഫിക്സ് ചെയ്യണം, ഏത് കളറിന് സോഫ്റ്റ് ആക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഇദ്ദേഹമാണ്, ഇവിടെയാണ്. മുൻപ് നമ്മൾ പറഞ്ഞല്ലോ, മുൻപ് ഗ്രേഡിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സിസ്റ്റമായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ പല ഘട്ടങ്ങളും നമ്മൾ നേരത്തെയുള്ള എപ്പിസോഡുകളിൽ കണ്ടിട്ടുണ്ട്. ഇവിടെ DI എന്ന് പറയുന്ന പ്രോസസ്സ് സാധാരണഗതിയിൽ ബോംബെയിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ അടുത്ത് മദ്രാസിൽ, ചെന്നൈയിൽ അതിനുള്ള സൗകര്യങ്ങൾ ജെമിനി ലാബിൽ വന്നു. ഇപ്പം നമുക്ക് സന്തോഷിക്കാം, കൊച്ചിയിൽ, എറണാകുളത്ത്, പാലാരിവട്ടത്ത് ഇവിടെ DIയുടെ ഫെസിലിറ്റി വന്നിരിക്കുകയാണ്. ഇവരുടെ ക്യാമറകളെക്കുറിച്ച് നമ്മൾ നേരത്തെ കണ്ടു. ആ ക്യാമറ, അതിൻ്റെ ഒരു പാക്കേജ് സിസ്റ്റത്തിൽ ഇവിടെ ക്യാമറ ഷൂട്ടിങ്ങിന് ക്യാമറയും ലെൻസുകളും, അത് കഴിഞ്ഞാലുള്ള എഡിറ്റിംഗ് പർപ്പസ് സൗകര്യങ്ങൾ, അത് കഴിഞ്ഞാൽ DI സൗകര്യങ്ങളൊക്കെ ഒരു കോംപ്ലക്സിനുള്ളിൽ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. DI ഇവിടെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് മലയാളികൾക്ക് വളരെയധികം സന്തോഷിക്കാവുന്ന ഒരു കാര്യമാണ്. ബഡ്ജറ്റ് ഒതുക്കുന്നതിൽ, കൺട്രോൾ ബഡ്ജറ്റിൽ ഒരു സിനിമ പ്ലാൻ ചെയ്യുമ്പോൾ ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. ഇവിടെ തന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, നല്ലൊരു തിയേറ്ററുണ്ട്, നല്ല രസമുണ്ട് കാണാൻ.